നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരോട് ഭക്ഷണം എടുത്തോണ്ട് പോകാൻ പറ. വിഷ്ണു, എന്റെ മനസ്സിൽ കയറിക്കൂടി ഇഷ്ടക്കേടുകൾ പറിച്ചു കളയാൻ നിങ്ങളുടെ ഈ കണ്ണീരിന് ശക്തിയില്ല. നിങ്ങളിത് ഇവരോട് എടുത്തോണ്ട് പോകാൻ പറയുന്നുണ്ടോ? വിഷ്ണുവിനെ കാണാനായിട്ടാ. അകത്തുണ്ട്, പോയി കണ്ടോളൂ. എന്താ സർ, ഞാൻ ആ ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിന്റെ അമ്മയാ. ഈ ഭക്ഷണം എനിക്ക് അവനൊന്ന് കൊടുക്കണം. അതിപ്പോ ACP സാർ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അതുമല്ല, പുറത്തു നിന്നുള്ളത് അങ്ങനെ. ഇത് കുറച്ച് ഭക്ഷണമല്ലേ? ഞാൻ അവന്റെ അമ്മയല്ലേ? എന്റെ മകൻ ഇവിടെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ അവൻ എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ എന്നറിയാതെ എനിക്ക് അവിടെ എന്തെങ്കിലും കഴിക്കാൻ തോന്നൂ? മക്കള് പട്ടിണിയിരുന്ന മക്കൾക്കത് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ കത്തിയൊരുകുന്നത് അമ്മമാരുടെ ഉള്ളായിരിക്കും. എനിക്കറിയാം എന്റെ മകൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. അതിന്റെ നീറ്റലും വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്റെ ഇടനെഞ്ചിലുണ്ട് അവന്റെ വയറിന്റെ ആന്ത്. സാറേ, ഇതൊന്ന് കൊടുക്കാൻ സമ്മതിക്കണം. സാർ, നിങ്ങൾക്കുള്ളതല്ലേ ഒരു അമ്മ? ശരി ശരി, അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. മോനെ, നിങ്ങളോട് ഞാനിവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതിന് എനിക്ക് എങ്ങനെ സാധിക്കൂടാ? ഈ അമ്മയുടെ ജീവൻ എന്ന് പറയുന്ന നീയാ. നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാണ് മോനെ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നത്? ഈ സമാധാനക്കേടുണ്ടാക്കിയത് നിങ്ങളല്ലേ? അല്ലേ? നിങ്ങളുടെ വാശി, എന്തും നടത്തുന്നുള്ള തന്റെ ഇടം, അതിൽ ബലിയാടാവുമായിരുന്നു ഞാൻ. ഇനി എന്നെ അതിന് കിട്ടില്ല. ഈ കാണിക്കുന്നതെല്ലാം നല്ല വില കുറഞ്ഞ അഭിനയമാ. എടാ, ഇനി ഈ കാണിക്കുന്ന അഭിനയത്തിന്റെ പേരിൽ നൽകാൻ എനിക്കൊരു ജീവിതവുമില്ല. അമ്മ പോയിക്കോ. നിങ്ങളോട് പോകാനാ പറഞ്ഞേ. മോനെ, എടാ, ഞാൻ വന്നത് നിനക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടാ. മോനെ, അമ്മയുടെ കൈ കൊണ്ട് അമ്മ ഉണ്ടാക്കിയതാ. അത് എന്ന് നീ ആസ്വദിച്ച് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാ? വിശപ്പുള്ളപ്പോ. എന്റെ വിശപ്പും ദാഹമൊക്കെ ഈ ചുമരുകൾക്കകത്ത് കൊട്ടിയടക്കപ്പെട്ടിരിക്കുക. നിങ്ങളിപ്പോ കൊണ്ടുവന്നത് എന്തായാലും എന്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല. കാരണം ഉള്ളിൽ നിറയെ സങ്കടങ്ങളാ. നിങ്ങള് മൂലമുണ്ടായ സങ്കടങ്ങള്, വേദനകള്. അതിന്റെ ഒപ്പം ഇത് ചേരില്ല. കഴിച്ച ഒരു പക്ഷെ ചിലപ്പോ അത് തേട്ടി പുറത്തേക്ക് വരും. കാരണം എന്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരുടെ കൂട്ടത്തില് നിങ്ങളുടെ സ്ഥാനം മുൻപന്തിയില്ല. ഇതിനായിട്ട് ഇവിടെ നിൽക്കണ്ട. ഞാൻ കഴിക്കില്ല, ഞാൻ പറഞ്ഞു. അതെ, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നാവണം. ACP സാർ വന്നാൽ എന്താ പ്രവർത്തിക്കാന്ന് പറയാൻ പറ്റില്ല. എടാ മോനെ, നീ അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്ത്. എടാ, നീ ആദ്യമായിട്ട് ഭക്ഷണത്തിന്റെ രുചി അറിയുന്നത് അമ്മയുടെ കൈകളിൽ നിന്ന്. എടാ, ഞാൻ വാരി തന്ന സ്നേഹവും കരുതലോ നിന്നെ ഈ പ്രായം വരെ എത്തിച്ചത്. ആ എന്നെയും ഞാൻ ഈ നിനക്കായി കൊണ്ടുവന്ന സ്നേഹത്തെയും തള്ളി പറയരുത്. എടാ, ഈ അമ്മയുടെ ചങ്ക് തകർന്നു പോവും. ഹൃദയം വിട്ട് ഒരുപക്ഷെ ഇവിടെ മരിച്ചു വീഴും. നിങ്ങളിപ്പോ സങ്കടപ്പെടുത്തുന്ന എന്നെയാ. ഇഷ്ടമല്ലാത്തത് വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിക്കുന്നു. എന്നാ എന്റെ ഇഷ്ടങ്ങളൊന്നും അംഗീകരിച്ച് തരുന്നുമില്ല. എടാ, ഞാനിപ്പോ ഇത് തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് നീ പറയുന്നത്. ഞാൻ പറഞ്ഞു, അത് കഴിക്കാനുള്ള വിശപ്പ് എനിക്കിപ്പോ ഇല്ല. ശരി, ഞാനിതിവിടെ വെക്കാം. മോന് വിശപ്പുള്ളപ്പോ മോനിത് കഴിച്ചാ മതി.
അവൻ ആവശ്യപ്പെടുമ്പോ ഇത് അവനെടുത്ത് കൊടുത്താ മതി. ഞാനിതിവിടെ വെക്കാം. അവരോട് ഭക്ഷണം എടുത്തോണ്ട് പോകാൻ പറ. വിഷ്ണു, എന്റെ മനസ്സിൽ കയറിക്കൂടി ഇഷ്ടക്കേടുകൾ പറിച്ചു കളയാൻ നിങ്ങളുടെ ഈ കണ്ണീരിന് ശക്തിയില്ല. നിങ്ങളിത് ഇവരോട് എടുത്തോണ്ട് പോകാൻ പറയുന്നുണ്ടോ? അതെ, അയാൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നേ? കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ടെന്നേ. വിശപ്പില്ലാഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ ഇത് എടുത്തോണ്ട് പോ. നിങ്ങൾ തമ്മിൽ ഇവിടെ കിടന്ന് തർക്കം ഉണ്ടായാലേ സാറ് വന്ന് എന്നെ എടുത്തിട്ട് കുടയും. വെറുതെ എന്തിനു പൊല്ലാപ്പ് ഞാനെടുത്ത് തോളിക്കെറ്റുന്നത്? ഇറങ്ങിക്കോ, ഭക്ഷണം എടുത്തോണ്ട് ഇറങ്ങിക്കോ. മോനെ, മിക്സിയിൽ അരയ്ക്കാതെ അരകല്ലിൽ അരച്ചുണ്ടാക്കുന്ന മുളക് ചമ്മന്തി മോനെ ഏറെ ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. ആ കല്ലിൽ ചോറ് കുഴിച്ച് എത്രയോ വട്ടം ഞാൻ മോന് വാരി തന്നിട്ടുണ്ട്. ജീവിതത്തിൽ എന്റെ മോന്റെ ചെറുപ്പം ഏറ്റവും ആസ്വദിച്ച് കഴിച്ചിട്ടുള്ളതും ആ ചോറാ. ഇതിൽ നിധി പോലെ അമ്മ കരുതിക്കൊണ്ടുവന്നതും കല്ലിൽ അരച്ച ചമ്മന്തി കുഴിച്ച ചോറാ. മോനെ, അമ്മയുടെ സ്വന്തം കൈ കൊണ്ട് കുഴിച്ച ചോറ്. അത് ഞാൻ തിരിച്ചു കൊണ്ടുപോകാം. നെഞ്ചില് വേദനയോട് ഒരു പ്രാർത്ഥന ഇപ്പൊ ഉള്ളൂ. എന്റെ പിടയ്ക്കുന്ന ഹൃദയം നിലച്ചു പോവല്ലേ എന്ന്. കാരണം എന്റെ മോൻ ഇവിടുന്ന് ഇറങ്ങുന്നത് കാണുമെന്നുള്ളൊരു മോഹം എന്റെ മനസ്സിലുണ്ട്. ഇപ്പോഴുള്ള ചിന്തയും അത് തന്നെയാ. ഇറങ്ങാട, ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഇറങ്ങ. തീരുമാനങ്ങളിൽ നിന്നും എന്റെ നിലപാടുകളിൽ നിന്നും എനിക്കിപ്പോൾ മാറാനാകില്ല. കാരണം എന്റെ ലക്ഷ്യം എന്നെയും എന്റെ ശാലിനിയെ ഒരുപോലെ സ്നേഹിക്കുന്ന എന്റെ അമ്മയെ കാണാനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.